ഇപ്പോൾ നമുക്കിതാ ഈ വേദിയിൽ വളരെ മനോഹരമായ ഒരു ഫ്രെയിം നമുക്ക് കാണാം. ഇപ്പോൾ പിതാവ് അതോടൊപ്പം തന്നെ ലിൻഡോ രണ്ടുപേരും ഈ തുരങ്കപാതയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചതിന്റെ ഏറ്റവും തുടക്കഘട്ടം മുതൽ തന്നെ ഏറ്റവും വലിയ നേതൃത്വം നൽകിയ ആളാണ് പിതാവ്. ആദ്യം നമുക്ക് പിതാവോട് സംസാരിക്കാം. ഈ നാടിന്റെ ഒരു സ്വപ്ന സാഫല്യത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് വന്നു, ബ്ലാസ്റ്റിംഗ് നടത്തി. എന്താണ് പിതാവെ ഈ നാടിന്റെ ഒരു പൊതുവികാരം? അത് ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇനിയും കിലോമീറ്ററുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, നാഴികകൾ കാത്തിരിക്കണം. എങ്കിലും ഓരോ ചുവടും മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഒരു 40 വർഷങ്ങൾക്ക് മുൻപേ ഇത്തരം ഇതിലെ ഒരു റോഡിനെ കുറിച്ച് സ്വപ്നം കണ്ടവരാണ് ഇവിടെയുള്ളവർ. വളരെ എളുപ്പത്തിൽ എങ്ങനെ വയനാട്ടിൽ എത്തിച്ചേരാം, അത് പല അവസരത്തിലായിട്ട് അത് മുടങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് UDF ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ അവസാന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോടും അതുപോലെ തന്നെ ശ്രീ KM മാണിയോടും ഇക്കാര്യം അവതരിപ്പിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ട് അതിന് ഒരു സ്റ്റെപ്പ് എടുത്തു. എന്നാൽ പിന്നീട് അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ MLA സൂചിപ്പിച്ചല്ലോ, ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു നമുക്കിത് നടപ്പിലാക്കാം, അതിനുള്ള സാധ്യതകളാണ്. പിന്നീട് MLA ജോർജ് M തോമസ് അതിൻ്റെ പിന്നിൽ വളരെയധികം പ്രയത്നിച്ചു. നമ്മുടെ പ്രിയങ്കരനായ MLA ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ ഇത്രയധികം മുന്നോട്ട് പോയിട്ടുണ്ട്, ഇനി വഴിയിൽ അത് എടുത്തു കളയരുത്, ചെയ്തേ പറ്റുകയുള്ളൂ. അദ്ദേഹം ഞാൻ വിചാരിച്ചതിനേക്കാളെല്ലാം വളരെ മനോഹരമായിട്ട് അത് എൻ്റെ ഒരു സ്വന്തം പദ്ധതി എന്ന് കരുതി തന്നെ അദ്ദേഹം അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ഓരോ അവസരത്തിലും ഓരോ സ്റ്റെപ്പിലും അദ്ദേഹം എന്നോട് പറയും, ഈ കാര്യം ചെയ്തിട്ടുണ്ട്, ഇനി അടുത്തത് ഇതായിരിക്കാം. അപ്പോൾ ഇതിനെതിരെ പരിസ്ഥിതി സംരക്ഷണ ആളുകളുണ്ടല്ലോ, അവർ കോടതി കേസ് കൊടുക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, എന്താവും, നമ്മുടെ മുന്നോട്ട് പോകാതിരിക്കുമോ? അപ്പോഴെല്ലാം ഒരു പ്രശ്നവുമില്ല, അത് മുന്നോട്ട് പോകും. ഇന്ന് ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ എത്രയോ ആഹ്ലാദം. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ഇനി എവിടെയെങ്കിലും ഉരുൾപൊട്ടലുണ്ടെങ്കിൽ ഉടൻ തന്നെ ആക്രമിക്കുക ഈ MLA ആയിരിക്കും. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മുത്തപ്പമ്പുഴ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം മറന്നുപോകും. ഈ കാടിനുള്ളിൽ എല്ലാ വർഷവും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന അതെല്ലാം മറന്നുപോയിട്ട് ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് അങ്ങ് വിധി എഴുതുക തന്നെ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ളവരെയൊന്നും ഞങ്ങൾക്കൊരു ഭയമല്ല. കാരണം ഈ നാടിൻ്റെ വികസനത്തിന് അനിവാര്യമാണ് ഈ പദ്ധതി. മറ്റു പദ്ധതികളെല്ലാം കടന്നു വരുന്നുണ്ട്. എങ്കിലും വയനാട്ടിലുള്ള ജനത, ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് പോകേണ്ടവർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, MLA മാർ, കടന്നു വന്നവരെല്ലാവരും അവരുടെ പിന്തുണ എല്ലാം ഈ അവസരത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകിയില്ല. അതിന് മുഴുവനും ക്രെഡിറ്റ് നമ്മുടെ MLAക്ക് ലിൻഡോയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും നൽകണം. അതാ ചോദിക്കാൻ പറ്റുന്നത്, തിരുവേനി രണ്ടുപേരും ഒന്നിച്ച് കിട്ടിയോണ്ട് ഈ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായ ജനപ്രതിനിധിക്ക് തിരുവേനി എത്ര മാർക്ക് കൊടുക്കും? ഇതിൽ 100 മാർക്കാണ്. ഈ ഒരു പ്രോജക്റ്റ് 100 മാർക്കാണ് അദ്ദേഹത്തിന് നൽകുക. കാരണം ഒരു ദിവസം പോലും ഇതിന് മുടക്കം വരാതെ, കാരണം ഇത് നമുക്കറിയാമല്ലോ, ഇതിന് ചുവപ്പ് നാടയുണ്ടല്ലോ, റെഡ് ടേപ്പീസ് ഉണ്ട്. അത് മറികടക്കണമെങ്കിൽ കണ്ണിൽ എണ്ണയൊഴിച്ചതുപോലെ പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്രയോ സർക്കാർ പദ്ധതികളിൽ കൊടുക്കുന്നതാണ്. അദ്ദേഹം അതിൻ്റെ പിന്നിൽ ഇതൊരു സ്വപ്ന പദ്ധതിയാണ്, അദ്ദേഹം അതിനുവേണ്ടി തീർച്ചയായിട്ടും ചേർന്നത്. തിരുമേനി ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നല്ല എങ്കിൽ പോലും നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ. അതെ. ഇപ്പോൾ സ്വാഭാവിക തെരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്, ഈ വികസന കാര്യങ്ങളൊക്കെ അതിനകത്ത് ചർച്ചയാവില്ല തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും. വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആളുകൾ വീണ്ടും വോട്ട് ചെയ്യുക. വെറുതെ ഇരിക്കുന്ന ഒരു MLAക്ക് ആരും വോട്ട് ചെയ്യുകയില്ല. അദ്ദേഹം എപ്പോഴും എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു MLA ആയിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പിതാവ് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോൾ? അതിയായ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത് പിതാവിൽ നിന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ പിതാവ് നേരത്തെ വിശേഷിപ്പിച്ച ആളുകളിൽ നിന്നുമാണ്. അവർ തുടങ്ങി വെച്ചൊരു ദൗത്യത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ഈ നിമിഷം അതീവ സന്തോഷമുള്ളതാണ്. അവരെല്ലാവരും ഉണ്ടായിരുന്നു, ഈ സ്റ്റെപ്പ് തുടങ്ങി വെച്ച ആളുകൾ മുതൽ ഇതിനകത്തുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേരുന്ന സന്നിധിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ ബ്ലാസ്റ്റിംഗ് കർമ്മം നിർവഹിക്കുന്നു പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഇപ്പോൾ 6 മാസമേ ഉള്ളൂ, കഴിഞ്ഞ
ഓഗസ്റ്റ് 31-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആനക്കാമ്പോലിൽ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചേർന്ന വലിയ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാക്കി തുടക്കം കുറിച്ചത്. ഇപ്പോൾ 6 മാസം പിന്നിടുമ്പോഴേക്കും ഈ കാണുന്ന ഈ സൈറ്റ് തന്നെ വലിയൊരു അത്ഭുതമാണല്ലോ. ഇങ്ങനെ വന്നു, എന്തെല്ലാം കാര്യങ്ങൾ അതിനിടയിൽ ചെയ്യാനുണ്ട്. താൽക്കാലിക പാലം, ക്രഷർ യൂണിറ്റ്, 400 ജീവനക്കാർക്കുള്ള അവരുടെ ക്യാമ്പ് ഷെഡ്, ഇത്തരം കാര്യങ്ങൾ. അതിനിടയ്ക്ക് സ്റ്റേജ് 2 ക്ലിയറൻസ്, അതെ, ഒരു സ്റ്റേജ് 2 ക്ലിയറൻസ്, ഇതെല്ലാം കിട്ടി. അത് കൂട്ടത്തിൽ ഫസ്റ്റ് ബ്ലാസ്റ്റ് നടത്താന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ദിവസം 8 മീറ്റർ വെച്ച് പോകുന്നതാണ്. അപ്പോൾ 2 സൈഡിൽ നിന്നും കൂടെ തുടങ്ങുമ്പോൾ 16 മീറ്റർ ഒരു ദിവസം പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗതയിൽ അത് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയാണ് ഈ വർക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം, ഈ 2 കാര്യം. താങ്ക് യു. അപ്പൊ സിജിത, തിരുമേനി ഇപ്പോൾ ഈ നാടിന്റെ ഒരു വികാരം തന്നെയാണ് തിരുമേനി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷകരമായ ചടങ്ങിൽ ഈ പ്രദേശത്തിന്റെ ആകെ ഒരു സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. ഈ വികസന കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന ലിൻഡോ തിരുവമ്പാടി MLA കുറിച്ചൊക്കെ വളരെ ഹൃദയസ്പർശിയാണ് അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. ലിൻഡോ ജോസഫിന് 100 വോട്ട് എന്ന കാര്യം കൂടി അദ്ദേഹം 100 മാർക്ക് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.